പടം അത്ര പോരാ. അത്രയ്ക്ക് വലിയ ഗില്ലാടിയാണ് ഞാൻ. അല്ലാറടത്തിന്റെ ചോദിക്കണാണ്. കൊള്ളാം, നല്ല സിനിമ. കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എടുത്ത് പറയാൻ എല്ലാവരും അഭിനയങ്ങളാണ്. ആ നടികർ എന്ന് പറയുമ്പോൾ അതിന്റെ വേറെ ഒന്നുമില്ല. അടിപൊളിയായിരുന്നു, അടിപൊളി. ലാൽ ജൂനിയറിന്റെ അല്ലേ, നമ്മളെല്ലാ ലാൽ ജൂനിയറിന്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെല്ലാരെയും മാക്സിമം എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയാം. അതെ, കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. എല്ലാവരും കൊള്ളാം, എല്ലായിടത്തും നല്ല സിനിമ. കോമഡി വലിയ വർക്ക് കിട്ടും. ആണാണ് എല്ലാം കൊള്ളാം കേട്ടോ. ഉണ്ട്. അടിപൊളി പടമാണ്. ലാൽ ജൂനിയറിൻ്റെ ഒരു അടിപൊളി പടം. ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം ഇടയിലൊരു പടം ഉണ്ടായിരുന്നു. ബട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ശേഷം സൂപ്പർ പടമാണ്. ടൊവിനോയുടെ ലുക്സ്, ഗക്സൻ ഗ്യാരി പെരേരയുടെ മ്യൂസിക് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഭാവന ഉണ്ട്, അവിടെ കുറച്ചൊക്കെ ഉള്ളൂ, ബട്ട് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് നൈസ്, കൊള്ളാം. ബാലു വർഗീസ് അടിപൊളിയാണ്. ഇടയിൽ സലീംകുമാറിൻ്റെ മോൻ, പുള്ളിയെ കണ്ട സലീംകുമാർ തന്നെ. അതിൻ്റെ അത് വേറെ നമുക്ക് മോനാണ് എന്നുള്ളൊരിതില്ല, പ്രോപ്പറായ ഒരു സലീംകുമാർ വൈബ് തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഓവറോൾ അടിപൊളി പടമാണ്. ഇത് ഇന്നിപ്പോൾ ഹൗസ്ഫുൾ ഷോ ഒന്നും അല്ല എന്ന് തോന്നുന്നു, പക്ഷേ ഹൗസ്ഫുൾ ആവണം. കൊള്ളില്ലെന്ന് പറയാൻ ഒരു ക്ലീഷേ പോലെ തോന്നി. ഒന്ന് കോമഡി ഇല്ല, ഒരു പാട്ടും കൊള്ളാന്നുള്ള അങ്ങനെയൊക്കെ ഒരുമാതിരി തോന്നിയുണ്ട്. ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ തോന്നുന്നില്ല. മൊത്തത്തിൽ ഈ 2018 സംബന്ധിച്ച് ഇതൊന്നും അങ്ങനെ അങ്ങനെ ഇല്ലാന്നല്ല എങ്കിലും എല്ലാവരും അഭിനയിക്കുന്ന മൊത്തത്തിൽ മുന്നുള്ള സിനിമ വെച്ച് നോക്കുമ്പോഴായിരിക്കും. എങ്കിലും ക്ലൈമാക്സ് ഒന്നും അങ്ങനെ പെട്ടെന്ന് ഒരു കണക്ട് ആവുന്നില്ല സിനിമകൾ. അലൻ ജോസിനെ കുറിച്ച് ഞാൻ പറയണം. എൻ്റെ വീഡിയോ കണ്ടിട്ട് അവൻ പറയണ ഇവിടെ പട്ടാളമുണ്ട്, പിന്നെ പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അപ്പോൾ അവൻ പേടിച്ച്. കാര്യം എന്തെന്നറിയാം, അവൻ CBC പഠിക്കുന്ന ചെറുക്കനാണ്. അതുകൊണ്ടാണ് അവൻ മറ്റേ ഒരു പെണ്ണിനെ കൊണ്ട് നടന്നിട്ട് ആ പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് അവസാനം കരഞ്ഞുകൊണ്ട് കിടന്നില്ലേ. അതാണ് അവൻ CBC പഠിക്കണ പയ്യനാണ്. അതുകൊണ്ടാണ് അവൻ ഈ കരച്ചില്. അതല്ലേ അവൻ പോലീസിനെ പട്ടാളത്തിനെ വിളിക്കണമെന്ന് പറഞ്ഞത്. എടാ ഞാൻ വരും, നിന്നെ കാണാൻ വന്നിരിക്കും. പിന്നെ ആറാട്ടെണ്ണ അവനും പറയാണ് എന്തൊരു പോപ്പാണ് അവന്റെ ന്യായം. കൊച്ചിയിൽ വരാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ വരൂടെ ആറാട്ടെണ്ണയുടെ സന്തോഷവർക്ക് ഞാൻ വരും. ഇവിടെ നിനക്ക് നീ കൊക്കിന്റെ വീഡിയോയിൽ നീ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേക്ക് നിനക്ക് 2000 രൂപ കിട്ടിയാലെന്ന് പറഞ്ഞു. ഈ 2000 രൂപ കിട്ടാൻ നിനക്ക് എന്തൊരു യോഗ്യത ഇരിക്കണടാ? നീ ഒരു ഫിലിം സ്റ്റാർ ആണാടാ? അല്ല ഞാൻ ചോദിക്കട്ടെ, നീ ഒരു ഫിലിം സ്റ്റാർ ആണാടാ? അല്ലെങ്കിൽ നിനക്ക് മിമിക്രി അറിയാവോ? അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ അറിയാവോ? അല്ലെങ്കിൽ ആക്ടിങ് അറിയാവോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ അറിയപ്പെടുന്ന ഒരു നടനാണോ? അല്ലല്ലോ. പിന്നെ ഈ 2000 രൂപ നിനക്ക് തരണം പറഞ്ഞാൽ നിനക്ക് എന്തൊരു യോഗ്യത ഇരിക്കണ്ട നിനക്ക് 2000 രൂപ തരാനായിട്ട്? എടാ നാണയില്ലടാ നിനക്ക്? ഊളെ നിനക്ക് നാണയില്ലടാ? വീട്ടിൽ പോയി ലൈവ് വരണത് ഇവനെ എന്തൊരു പറയാനാണ്? നാണയില്ലാത്ത, ഒരു യോഗ്യത ഇല്ലാത്ത പോയി. എടാ നിന്നെ കാണാൻ ഞാൻ വരും, നിന്നെ കാണാൻ ചെയ്യും, നിന്റെ മൂലത്തിന്റെ വരി ഞാൻ ഇറക്കുകയും ചെയ്യും. അറുത്തിട്ടേ ഞാൻ പോവുള്ളൂ. പിന്നെ ഈ ജയിലർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ജയിലർ എന്ന അവനും പറയണം ഇവിടെ വരാനെന്ന്. എനിക്കറിഞ്ഞൂടാ കേട്ടോ. കാര്യം ഈ ആറാട്ടെണ്ണനെയും പിന്നെ ഈ അലൻ ജോസ് ഇവരെല്ലാവരെയും കൂടെ നിന്നിട്ട് ചൊറിഞ്ഞുകൊണ്ട് അടിയുണ്ടാക്കാൻ വേണ്ടി നടക്കണമാണ് ജയിലർ. എടാ നിനക്ക് എന്തൊരു യോഗ്യത ഇരിക്കണടാ? ചുമ്മാ വാരി വലിച്ച് തിന്നുകയും ചെയ്യും, വന്ന് സിനിമ കാണുകയും ചെയ്യും, കുറെ അപവാദം പറഞ്ഞിട്ട് നടക്കുകയും ചെയ്യും. വാടാ വയലെ, നീയൊക്കെ എന്തിനാണ് നടക്കണം? സത്യം പറയാം, 3 ഇപ്പൊ ചാവട ഇതിന്റെ അങ്ങാട്ടി 2000 രൂപ അവന് കിട്ടിയോളാം. അവൻ ഫിലിം സ്റ്റാർ അല്ലേ? ഓളായി എന്തൊരു യോഗ്യത ഇരിക്കണ? എങ്ങനെ ഇരിക്കണ്?